സുഹൃത്തുക്കളെ, ആദ്യമേ പറഞ്ഞേക്കാം, ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നല്ല, കമ്പയർ ചെയ്യാനേ അല്ല എന്നതാണ്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ചില വാക്കുകൾ കേട്ടപ്പോഴേ എനിക്ക് അതൊന്ന് അവതരിപ്പിക്കാൻ തോന്നിപ്പോയി. നോക്കൂ, മമ്മൂട്ടിയുടെ ലുക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് എഴുതി വെച്ചാണ്. മോഹൻലാലിനെ പോലെ സോഷ്യൽ മീഡിയയിൽ വൺ ട്രെൻഡ് ആകാതിരിക്കാൻ ഒരു പ്രധാന കാരണം അദ്ദേഹം ബാക്ക് ടു ബാക്ക് ആയി കിടു ലുക്കുകളുമായി എത്തുന്നുകൊണ്ടാണ്. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ മോഹൻലാലിന് ഒരു വെറൈറ്റി ലുക്ക് ശരിക്കും ക്ലിക്ക് ചെയ്യാൻ വർഷങ്ങൾ വരെ എടുത്തേക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലുക്ക് വന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ വേറെ ലെവൽ ട്രെൻഡായിട്ട് മാറുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അവൻ കൊടുത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോയാണ്. കഴിഞ്ഞ ദിവസം ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വന്നപ്പെട്ട ഈ ഒരു ഡ്രസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ. സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിലത്തെ ഒരു 10-75 വയസ്സുള്ള ചെങ്ങാതി ഇങ്ങനെ ഈ ഒരു ലുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും എന്നതിനേക്കാൾ അപ്പുറത്ത് അയാൾ തന്നെ എന്ത് പറയും അയാളെക്കുറിച്ച് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങില്ല എന്നർത്ഥം, 100% ഇറങ്ങില്ല. ഇനി ഇതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാം. മമ്മൂട്ടിയുടെ ലുക്കുകളെ കുറിച്ചിട്ടാണ്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഒരുപക്ഷെ ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന വേഷവിധാനങ്ങളൊക്കെ ധരിച്ചിട്ടാണ് മമ്മൂട്ടി പൊതു സമൂഹത്തിലൊക്കെ ഇടപെടാറുള്ളത് അല്ലെങ്കിൽ ഇറങ്ങാറുള്ളത്. പലപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അദ്ദേഹം ധരിക്കുന്ന ഡ്രസ്സ് എന്താകും എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ക്രൂയിസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് ആഹാ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ധരിച്ച വാച്ച് ആയിക്കോട്ടെ, അദ്ദേഹം ധരിച്ച ഡ്രസ്സ് ആയിക്കോട്ടെ, പാൻറ് ആയിക്കോട്ടെ, ഇനി അദ്ദേഹത്തിന് കഴുത്തിൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ കഴുത്തിൽ മാലയോ അല്ലെങ്കിൽ കയ്യിൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഏറ്റവും പുത്തൻ ഷൂവോ എന്തും വൈറലാണ്. ഒരു തവണ ഇങ്ങനെ ഒരു മഞ്ഞ ഷൂ ഒക്കെ ധരിച്ചു വന്നിരുന്നു, ഒരു തവണ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട് ധരിച്ചു വന്നിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ മൂപ്പര് ധരിച്ചു പോട്ടെ, നമ്മൾ നാട്ടുകാരെങ്കിലൊക്കെ ധരിച്ചു പോയാലുള്ള അവസ്ഥ അത് ഭീകരമായിരിക്കും എന്നൊക്കെ പലവിധ കമൻറ്റുകളൊക്കെ ഉണ്ട്. കമൻറ്റുകൾ അവിടെ കിടക്കട്ടെ. ഇത് രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം മമ്മൂട്ടി ലുക്കിനെ കുറിച്ച് പറയുന്നത് മോഹൻലാലിനെ ഒരു കമ്പാരിസൺ തന്നെയാണ്. മോഹൻലാൽ ഒരു സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡാണ്. ഈ ഒരു മോഹൻലാലിൻ്റെ പോലെ ഒരു വൻ ട്രെൻഡിലേക്കൊന്നും മമ്മൂട്ടിയുടെ ഡ്രസ്സുകൾ എത്താറില്ല, അത് യാഥാർത്ഥ്യമാണ്. നോക്കി, ഈ അടുത്ത സമയത്ത് മോഹൻലാൽ എത്തിയത് ഒരു പച്ച ഡ്രസ്സ് ധരിച്ചിട്ടാണ്. മാതൃഭൂമിയുടെ ഒരു പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം ഒരു പച്ച കുർത്തയാണ്, ഒരു പച്ച തന്നെ ഒരു ഡാർക്കാണോ അല്ലെങ്കിൽ ലൈറ്റാണെന്ന് അറിയാത്തൊരു പച്ച പാൻറ്റും ധരിച്ചിട്ടാണ് ഈ ഒരു മനുഷ്യൻ വന്നത്. അദ്ദേഹം ഒരു കണ്ണടയും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കണ്ണട വെക്കണ അത് എടുക്കണ എന്നറിയാത്ത രീതിയിലൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഗംഭീര കൊടൂര വൈറലാണ്, ഒരു രക്ഷയുമില്ല. എന്നാൽ അതുപോലെ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രീതിയിൽ വൻ ഒരു ഭരണ രീതിയിലൊന്നും മമ്മൂക്കയുടെ ഫോട്ടോസുകളൊന്നും ട്രെൻഡ് ആവാറില്ല. അതിനുവേണ്ടി ഇയാൾ പറഞ്ഞ ഒരു ഉത്തരമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പച്ച മലയാളത്തിൽ അതൊരു ഇക്കണോമിക് തിയറിയാണ്. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഒരു വസ്തു കൂടുതലായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ഡിമാൻഡ്, അത് നമുക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം കുറഞ്ഞു വരും. ഒരുപാട് സംഭവം നമുക്ക്, ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പുത്തൻ വാച്ച് കണ്ടാൽ നമുക്ക് അത്ര ഒരു താല്പര്യം തോന്നില്ല. ഒരുപാട് കഴിച്ചിരിക്കുന്ന ഒരു ഭക്ഷണം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അത്ര ഒരു ആവശ്യം വരില്ല. അതേപോലെ കാഴ്ചക്കാരുടെ മുമ്പിലേക്ക് വല്ലപ്പോഴും എത്തുക, നല്ല ഡ്രസ്സിൽ വല്ലപ്പോഴും മാത്രം എത്തുക, ഒരു വ്യത്യസ്തമായ രൂപത്തിൽ വല്ലപ്പോഴും മാത്രം എത്തുക എന്നുള്ളൊരു പരിപാടിയാണ് മോഹൻലാൽ ചെയ്യാറുള്ളത്. മോഹൻലാൽ ഈ അടുത്ത കാലത്ത് എല്ലാ ഒരു ഇതിലും ഒരു താടിയും ഒരു കോട്ടും ഒരു വെറൈറ്റി ഒന്നുമില്ല. അത് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ അടുത്ത് താടിയൊക്കെ കണ്ടു മേടിച്ചിട്ട് ആ മീശ ചെറുതായിട്ടൊന്ന് പിരിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും അത് ഗംഭീര ട്രെൻഡിങ് ആയി. കാരണം ആ ഒരു സപ്ലൈ കുറവായിരുന്നു. മോഹൻലാലിൽ നിന്നുള്ള ചിത്രങ്ങളുടെ സപ്ലൈ അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നുള്ള ആളുകൾക്കുള്ള ഒരു ട്രെൻഡിങ് ഫോട്ടോസിൻ്റെ സപ്ലൈ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രം ഗംഭീര വൈറലായി. എന്നാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഓരോ ദിവസവും ഡിമാൻഡിന് അപ്പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അദ്ദേഹം വരുന്നത് ഒരു വെറൈറ്റി ഡ്രസ്സായിരിക്കും. ഒരു ഷാനി ഷാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ സ്റ്റൈലിഷ്. മമ്മൂട്ടി ഏത് ഡ്രസ്സ് ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ തീരുമാനിക്കപ്പെടുന്ന ആ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഷാനി ഷാക്കി. ഈവൻ ഹെയർ സ്റ്റൈൽ പോലും ഷാനി ഷാക്കിയുടെ വകയാണെന്നൊക്കെ പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കി നിങ്ങൾക്ക് ഷാനി ഷാക്കിയെ കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് വൈറലായിട്ട്
ഒട്ടുമിക്ക ഫോട്ടോസുകളും, മമ്മൂക്കയുടെ ഒട്ടുമിക്ക ഫോട്ടോസുകളും ഷാനി ഷാക്കിയുടേതാണ്. എന്തൊക്കെയായാലും അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വെറൈറ്റി സ്റ്റൈലായിരിക്കും, വെറൈറ്റി മോഡലായിരിക്കും. അത് ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അതങ്ങോട്ട് വൈറലാവും എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് തിയറി. മമ്മൂട്ടിയുടെ സപ്ലൈ കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ഈ സ്റ്റൈലായിട്ടുള്ള ഈ ഒരു വേഷവിധാനം ധരിച്ചു വരുന്ന ഈ പരിപാടിയില്ലേ, അതൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ പൊന്നു മമ്മൂക്ക മോഹൻലാലിനെ പോലെ നിങ്ങൾ ഗംഭീര ട്രെൻഡായിരിക്കും, കൊടൂര ട്രെൻഡായിരിക്കും. ഒരു സംശയമില്ലാതെ ഒരു ഗംഭീര ട്രെൻഡിലേക്ക് താങ്കൾ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നത്. മനസ്സിലായാവോ? ബൈ.